അഴിമതി, ധൂർത്ത്, സ്വജനപക്ഷപാതം, ഈ മൂന്ന് തിന്മകളുടെയും കൂത്തരങ്ങിൻ്റെ കാലമായിരുന്നു കഴിഞ്ഞുപോയ 10 വർഷക്കാലം അഥവാ LDFിൻ്റെ ഭരണകാലം. ഇത് മറച്ചു വെക്കണ്ടേ? തീർച്ചയായും മറച്ചു വെക്കണം. ഈ പുതിയ ഗവൺമെൻറ്, ഇനി ഭരണത്തിൽ വരാൻ പോകുന്ന പുതിയ ഗവൺമെൻറ് ഇതൊന്നും കണ്ടെത്തരുത്. അതിനെന്താണ് ചെയ്യാൻ പറ്റുക? ഫയലുകൾ നശിപ്പിക്കുക. അതാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ ഗവൺമെൻറ് ചാർജ് എടുക്കുന്നതിന് മുൻപ് പഴയ ഗവൺമെൻറ് ചെയ്ത എല്ലാ തിന്മകളുടെയും ഫയലുകൾ, അപകടകരമായ ഫയലുകളാണ് അവയിൽ പലതും, അത്തരം ഫയലുകളെല്ലാം നശിപ്പിക്കുക. അപ്പോൾ എന്താണ് അതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്? ഏതൊക്കെ വകുപ്പുകളിൽ ഇലക്ഷൻ വരുന്നതിന് മുൻപ് തന്നെ ഇതിനുള്ള പരിശ്രമം നടത്തിയിരുന്നു? അന്ന് എന്താണ് പറഞ്ഞത്? തുടക്കത്തിൽ ഫയലുകളുടെ ക്രമീകരണം, പുനഃക്രമീകരണം എന്ന് പറഞ്ഞ് ഒരു ശ്രമം നടത്തി. വോട്ടെടുപ്പിനും എണ്ണലിനും ഇടയ്ക്കുള്ള കാലയളവിൽ ഈ ഓഫീസ് സോഫ്റ്റ്വെയർ പരിഷ്കരണം എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. അതിനകത്ത് തന്നെയുള്ള സെക്രട്ടേറിയറ്റ് തന്നെ പ്രവർത്തിക്കുന്ന പ്രശാന്ത് IAS പോലെയുള്ളവർ ചില സൂചനകൾ നൽകുക വഴി അത് പുറത്തറിയുകയും VD സതീശൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയതോടെ ഈ ഫയൽ പരിഷ്കരണം എന്ന് പറഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് വരുന്നത് LDF അല്ല എന്നൊരു ധ്വനി ഉണ്ടായിരുന്നു. ആ ധ്വനി കാരണം കൊണ്ട് അവരെ വിമർശിക്കത്തക്ക രീതിയിലുള്ള ഫയലുകളൊക്കെ നശിപ്പിക്കുക എന്നതിന് വേണ്ടിയാണ് ഈ ഫയൽ ക്രമീകരണം എന്നൊക്കെ പറഞ്ഞ്, സോഫ്റ്റ്വെയർ പരിഷ്കരണം എന്നൊക്കെ പറഞ്ഞ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പം അതിനെയാണ് ഇലക്ഷൻ കമ്മീഷന് കംപ്ലയിൻറ്റ് കൊടുത്ത് VD സതീശൻ തടഞ്ഞത്. അങ്ങനെ തടഞ്ഞു എങ്കിൽ പോലും ആ തടയലിന് മുൻപ് തന്നെ കുറച്ചൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാകണം. അതിന് ശേഷമാണ് ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്ന് ഗവൺമെൻറ് ചാർജ് എടുക്കുന്നതിന് മുൻപുള്ള ഈ തരത്തിലുള്ള ഒഴിവാക്കൽ വന്നിരിക്കുന്നത്.